പുതിയ വിസ പദ്ധതിയിലൂടെ കുടിയേറ്റ നയങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. H-1B വിസയും ഗ്രീൻ കാർഡും പരിഷ്കരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും വിസ കാലയളവ് പരിമിതപ്പെടുത്താനൊരുങ്ങി ട്രംപ്. എന്താണ് പുതിയ വിസ പദ്ധതി, ആരെയൊക്കെ ബാധിക്കും എന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ലോകം പോയ വാരത്തിലെ അടുത്ത വാർത്ത. US പിന്തുടർന്നു വന്ന എല്ലാ വിസ ചട്ടങ്ങളിലും അടിമുടി മാറ്റം വരുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. അനധികൃത കുടിയേറ്റം തടയുകയും സ്വദേശിവാദത്തിന് പ്രാധാന്യം കൊടുക്കുകയുമാണ് ട്രംപിന്റെ ലക്ഷ്യം. ഒപ്പം വിസ വിറ്റ് പണം നേടുക എന്ന സാമ്പത്തിക തന്ത്രവും ട്രംപിന്റെ പുതിയ വിസ ചട്ട നീക്കത്തിലുണ്ട്. US-ലെ H-1B വിസയും ഗ്രീൻ കാർഡ് പദ്ധതിയും അടിമുടി പരിഷ്കരിക്കാൻ ഒരുങ്ങി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിലവിലെ H-1B വിസ സംവിധാനം ഒരു തട്ടിപ്പാണെന്നും ഇതിലൂടെ അമേരിക്കക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ വിദേശികൾ നേടുകയാണെന്നും US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ആരോപിച്ചു. ഈ സ്ഥിതി തുടരാനാവില്ലെന്നും ലുട്നിക് വ്യക്തമാക്കി. H-1B വിസ സംവിധാനത്തിനെതിരെ ദീർഘനാളായി അമേരിക്കക്കാർക്കിടയിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ H-1B വിസ ഗ്രീൻ കാർഡ് മാനദണ്ഡങ്ങൾ അഴിച്ചുപണിയുമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അമേരിക്കൻ സ്ഥാപനങ്ങളും അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുൻഗണന നൽകണം. ഇനി അതിനുള്ള സമയമാണെന്ന് ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു. ശരാശരി അമേരിക്കക്കാരന് പ്രതിവർഷം $75,000 ശരാശരി ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് $66,000 വരുമാനം. ഏറ്റവും താഴേക്കിടയിലുള്ളവരെ US-ലേക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ലെന്നും അതിനാൽ ഏറ്റവും മികച്ച വ്യക്തികളെ തെരഞ്ഞെടുത്ത് US-ൽ എത്തിക്കുമെന്നും US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു. ഹൊവാർഡ് ലുട്നിക്കിന് പിന്നാലെ H-1B വിസയ്ക്കെതിരെ വൻ പ്രതിഷേധവുമായി ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാന്റിസും രംഗത്തെത്തി. H-1B വിസ സമ്പൂർണ്ണ അഴിമതി എന്ന വാദമാണ് ഡി സാന്റിസ് മുന്നോട്ട് വയ്ക്കുന്നത്. വിദഗ്ധ വിദേശ തൊഴിലാളികളെന്ന പേരിൽ ഇന്ത്യയിൽ നിന്നും മറ്റും കുറഞ്ഞ ചെലവിൽ വിദേശ തൊഴിലാളികളെ എടുക്കാൻ കമ്പനികൾക്ക് അനുമതി നൽകുന്നതാണെന്നും അമേരിക്കൻ തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നും ഫ്ലോറിഡ ഗവർണർ ആരോപിക്കുന്നു. വിദേശത്തു നിന്ന് കുറഞ്ഞ ചെലവിൽ പുതിയ H-1B വിസയിൽ തൊഴിലാളികളെ എടുത്ത് അമേരിക്കൻ പൌരന്മാരെ വലിയ തോതിൽ കമ്പനികൾ പിരിച്ചുവിടുകയാണെന്നും റോൺ ഡി സാന്റിസ് കുറ്റപ്പെടുത്തി. ഈ വിസയിൽ എത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നും ഡി സാന്റിസ് പറയുന്നു. H-1B വിസ അപേക്ഷകരിൽ ഉയർന്ന വരുമാനക്കാരുടേത് ആദ്യം പരിഗണനയ്ക്കെടുക്കുക എന്ന തരത്തിൽ നയം മാറ്റാൻ നീക്കങ്ങൾ നടക്കുകയാണ്. കരട് ബിൽ നിയമമായാൽ US-ൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയും വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കും. ട്രംപ് സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ വിദേശ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള വിസ ചട്ടങ്ങൾ കർശനമാക്കിയിരുന്നു. എല്ലാ അമേരിക്കൻ സ്ഥാപനങ്ങളും H-1B വിസ സംവിധാനം റദ്ദാക്കി പകരം വേതന അധിഷ്ഠിത വിസ സമ്പ്രദായം ആലോചനയിലാണ്. ഉയർന്ന വരുമാനമുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകും. യോഗ്യത അടിസ്ഥാനമാക്കി തൊഴിലാളികളുടെ പ്രവേശനം ഉറപ്പാക്കും. നോൺ ഇമിഗ്രന്റ് വിസയായ H-1Bയെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യ, ചൈന രാജ്യങ്ങളിലുള്ളവരാണ്. 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ കാലയളവിനിടെ അനുവദിച്ച H-1B വിസകളും 72.3% ഇന്ത്യക്കാർക്കായിരുന്നു. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ കാർഡ് പദ്ധതി ഗ്രീൻ കാർഡിന് ബദലായി മാറാൻ ഇടയുണ്ട്. US-ൽ $50 ലക്ഷം നിക്ഷേപിക്കുന്ന വിദേശികൾക്ക് സ്ഥിരതാമസമടക്കം ഗ്രീൻ കാർഡ് ആനുകൂല്യങ്ങളും ക്രമേണ പൌരത്വത്തിനുള്ള അവസരവും ലഭിക്കും. ഏകദേശം 2.5 ലക്ഷത്തോളം പേർ പദ്ധതിയിൽ പങ്കാളികളാകാൻ കാത്തിരിക്കുന്നുവെന്നും $1.25 ട്രില്യൺ വരുമാനം US പ്രതീക്ഷിക്കുന്നുവെന്നും US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു. ഇതിനിടെ വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും വിസ കാലയളവ് ട്രംപ് ഭരണകൂടം പരിമിതപ്പെടുത്താനൊരുങ്ങുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നാൽ വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും US-ൽ താമസിക്കാൻ കഴിയുന്ന സമയം നിയന്ത്രിതമാകുമെന്ന് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചു. 1975 മുതൽ F വിസ ഉടമകളായ വിദേശ വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റസ് കാലയളവ് എന്നറിയപ്പെടുന്ന കാലാവധി തീരുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് പുതിയ പരിശോധനകളോ നടപടിക്രമങ്ങളോ ഇല്ലാതെ US-ൽ തുടരാൻ കഴിയും. എന്നാൽ ഈ ഉദാരത വിദ്യാർത്ഥികൾ മുതലെടുക്കുന്നുവെന്നും അവർ എന്നേക്കും വിദ്യാർത്ഥികളായി തുടരുന്നുവെന്നാരോപിച്ചാണ് വിസ കാലാവധി പരിമിതപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്. നടപ്പിലാക്കുന്ന നിയമമനുസരിച്ച് പഠിക്കുന്ന കോഴ്സിന്റെ കാലാവധി തീരുന്നതുവരെ വിദ്യാർത്ഥികൾക്ക് US-ൽ താമസിക്കാൻ അധികാരമുള്ളൂ. മാത്രവുമല്ല, ഈ കാലാവധി 4 വർഷത്തിൽ കൂടാനും പാടില്ല. പഠനകാലയളവിൽ നിശ്ചിത സമയങ്ങളിൽ വിസ പുതുക്കാനും വിദ്യാർത്ഥികൾ തയ്യാറാകണം. US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കൂടുതൽ പരിശോധനകൾക്ക് വിദ്യാർത്ഥികളെ വിധേയമാക്കാനാണ് ഇതിലൂടെ ഭരണകൂടം ശ്രമിക്കുന്നത്. പഠനത്തിനായി വന്ന് മറ്റു രാജ്യങ്ങൾക്കു വേണ്ടി സമരങ്ങളിലും മറ്റും പങ്കെടുക്കുന്നുണ്ടോ എന്നറിയാനും കൂടിയാണ് ഈ സൂക്ഷ്മ പരിശോധന. വിദ്യാർത്ഥികൾക്ക് എന്ന പോലെ വിദേശത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർക്കും സമയപരിധി ട്രംപ് ഭരണകൂടം നിശ്ചയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് അനുവദിക്കുന്ന വിസ പ്രകാരം ഇവർക്ക് US-ൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇനി മുതൽ 240 ദിവസം മാത്രമാണ് അനുവാദം. അതിനുശേഷം അവർ US വിട്ടുപോകണം. US-ൽ ടൂറിസ്റ്റ് വിസയ്ക്കും ബിസിനസ് വിസയ്ക്കും അപേക്ഷിക്കുന്നവരിൽ നിന്ന് $15,000 ഏകദേശം ഇന്ത്യൻ കറൻസി 13 ലക്ഷം രൂപ വരെ ബോണ്ട് ആവശ്യപ്പെടാനൊരുങ്ങുകയാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം.
മാത്രവുമല്ല, കാലാവധി കഴിഞ്ഞാൽ ഇവരെ യുഎസിൽ തുടരാൻ അനുവദിക്കുകയുമില്ല. ഓഗസ്റ്റ് 20 മുതൽ 12 മാസത്തേക്ക് B1 അഥവാ ബിസിനസ് വിസ, B2 അഥവാ ടൂറിസ്റ്റ് വിസകൾക്ക് അപേക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് ബോണ്ട് ആവശ്യപ്പെടുന്നത്. കാലാവധി കഴിഞ്ഞും യുഎസിൽ തങ്ങുന്നവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ബോണ്ട് തുകയായ $15,000 വിസ കാലാവധി കഴിഞ്ഞ് യുഎസിൽ നിന്ന് മടങ്ങുമ്പോൾ തിരികെ ലഭിക്കും. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി യുഎസിൽ തുടരുകയാണെങ്കിൽ ഈ തുക കണ്ടുകെട്ടും. വിസ നയമാറ്റത്തിലൂടെ കുടിയേറ്റത്തിന് തടയിടുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒപ്പം രാജ്യത്തിന് നല്ലൊരു വരുമാന മാർഗമായും ട്രംപ് പുതിയ വിസ നിയമത്തെ മാറ്റിയെടുക്കുന്നു.